ഇതെന്താ ഇത്? അയ്യോ, അതെ, നമ്മൾ സാധാരണ കുടിക്കാറുള്ളതാമേ ഷെയ്ക്ക്. ഞാനിവിടെ പട്ടിണി കിടക്കുക. അപ്പോഴെങ്കിലും നിനക്ക് നിന്റെ സൗന്ദര്യ സംരക്ഷണം നിർത്തിക്കൂടായിരുന്നോ? അല്ല, ഉദയേട്ടൻ എന്തിനാ ഇത് വാങ്ങിച്ച് കൈവച്ചോണ്ടിരിക്കുന്നേ? അതമ്മേ, ഞാനുണ്ടാക്കിയപ്പോ 2 പേർക്കും ഉണ്ടാക്കി. അപ്പോ ഒന്ന് അച്ഛൻ കുടിച്ചോളാന്ന് പറഞ്ഞു. ഓ, അച്ഛൻ അങ്ങനെ കുടിക്കണ്ട. ഓ, അല്ലെങ്കിൽ ഈ സൗന്ദര്യം കൊണ്ട് വലിയ പ്രയോജനമാണല്ലോ. എന്റെ നിർമ്മലെ, ഞാൻ ഇതുവരെ ഇത് കുടിച്ചിട്ടില്ലടി. ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കോട്ടെ. നോക്കണ്ട. ദേ, ഇനി മേലില് 41 ദിവസം വ്രതം കഴിയുന്നത് വരെ ഇനി ഇതിവിടെ ഉണ്ടാക്കാൻ പാടില്ല. എന്താ അമ്മേ, അപ്പൊ എന്റെ സൗന്ദര്യം എന്താവും? അയ്യോ, എന്തായാലും കുഴപ്പമില്ല. എന്റെ നിർമ്മലെ, നിന്റെ എടുത്തുചാട്ടം കൊണ്ട് വന്നതാ ഈ ദുരിതം മുഴുവൻ. ഇനിയെങ്കിലും നീ ഒന്നും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഓ, അനുസരിച്ചോളാമേ. പക്ഷേ അച്ഛനും മോളെ ഇപ്പൊ ഇതിങ്ങ് തന്നാട്ടെ. അമ്മ ഇത് കുടിക്കാൻ പോവാണോ? എനിക്ക് വേണ്ട, ഇങ്ങോട്ട് തന്നെ തന്നെ. അതെ, എനിക്ക് വേണ്ട, നിങ്ങളും കുടിക്കണ്ട. തന്നെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട്. ഇതേ, ഞാൻ കൊണ്ട് വാഷ് ബേസിൽ ഒഴിച്ച് കളയാൻ പോവാ. ഈ എന്റെ നിർമ്മലെ, ഇത് വില പിടിച്ച കുങ്കുമപ്പൂ ചേർത്ത ഷേക്കല്ലേ? ഇതെന്തിനാ നീ വെറുതെ കൊണ്ടുപോയി കളയുന്നത്? അതെ, നിങ്ങൾ ഇത് കുടിക്കണ്ടെന്ന് പറഞ്ഞാ കുടിക്കണ്ട. ദേ, മര്യാദക്കല്ലെങ്കിലേ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാനല്ല ഇതൊന്നും ചെയ്തത്, നിങ്ങളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചു തന്നു. ആ, പിന്നെ കുടുംബത്തിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയാലോ. അയ്യോ അയ്യോ, കുങ്കുമപ്പൂ മോളെ കൊണ്ടുപോയി. പട്ടി പുല്ല് തിന്നയില്ല, പശുവിനെ തീറ്റുകയില്ല.